സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരാൾ കുറച്ച് നാളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി ബാൻഡ് ഒരു 6 അടിയുടെ ഡിഷാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. അന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കാനായിട്ട്. എൻ്റെ സ്ഥലം കായംകുളമാണ്. അപ്പോൾ അവിടെ നിന്ന് അഞ്ചലിൽ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോട് ഉള്ളിലോട്ട് അങ്ങോട്ട് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇന്ന് രാവിലെ ഞാനിപ്പം അവിടേക്ക് തിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, അപ്പം ഞാൻ അഞ്ചൽ ജംഗ്ഷനിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ നല്ല പ്രകൃതി ഭംഗിയെ കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു. റബ്ബറും തോട്ടം, ചൂട് സമയമായതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു, നല്ല വെളിച്ചം, നല്ല വെയിലുമുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി, എന്തായാലും അധികം വെയിലാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഒരു ചുറ്റുവട്ടത്തെ പ്രദേശത്തെ ആ ഒരു അന്തരീക്ഷം. അതായത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ സജീവായി വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സജീവായുടെ 6 അടിയുടെ ഒരു ഡിഷ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ലെഗൊക്കെ തുരുമ്പെടുത്ത് പോയി. രണ്ടാമത് വെൽഡറെ വിളിച്ച് വെൽഡ് ചെയ്തതാണ്. അപ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിവിടെ വന്നു. എത്തിയത് നോക്കുമ്പം ഇത് കണ്ടോ, 100-150 മീറ്ററിൻ്റെ ആ ഒരു ഡിഫറൻസിലാണ് നമ്മുടെ ടവർ നിൽക്കുന്നത്, 5G ടവർ. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 5G 4G ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സോളിഡിൻ്റെ 5G ഫിൽറ്റർ LMP ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സിഗ്നൽ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഡിഷ് 1998 ഇവരിവിടെ വാങ്ങിച്ചു വെച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് വലിയ അതിശയമാണ് തോന്നിയത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു ഡിഷ് വലിയ തുരുമ്പൊന്നും എടുക്കാതെ അത് ആ ഷീറ്റുകളൊക്കെ അത്രയും ഭംഗിയായിട്ട്, കാരണം അത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവാം, അപ്പോൾ അതുകൊണ്ടാവും ഇത്രയും നാളുകൾ കേടുകൂടാതെയൊക്കെ നിന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ സ്റ്റാൻഡ് മാത്രമൊക്കെ ആയിട്ട് ചില ഭാഗങ്ങൾ തുരുമ്പെടുത്ത് പോയി. അതും പ്രകാരം അവർ ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു റൗണ്ട് സ്ക്വയർ ട്യൂബും അതുപോലെ തന്നെ 2 ലെഗും ഒക്കെ തുരുമ്പെടുത്ത് പോയത് രണ്ടാമത് റീകണ്ടീഷൻ വെൽഡറെ ഉപയോഗിച്ച് അത് വെൽഡറിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് അവർ സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്ത് വട്ടത്തിലാക്കി റിങ്ങാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ചെറിയ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇവരിപ്പോൾ രണ്ടാമത് വെൽഡറെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഇത്രയും നാൾ ഉപയോഗിച്ച ആ ഒരു നമ്മുടെ ആ ഒരു ചാനൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സമയത്ത് നമുക്ക് എടുത്തു കളയാനൊക്കത്തില്ല. അല്ലെ, അതുപോലെ ആ ഒരു ഡിഷിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് അത് വീണ്ടും അതിൻ്റെ ലെഗുകളൊക്കെ അതെ വെൽഡറിനെ കൊണ്ട് അവർക്ക് അറിയാവുന്ന രീതിയിലും അത് വൃത്തിയായിട്ടും അവരത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് അതിൻ്റെ അടിയിൽ സ്ക്വയറായിട്ടുള്ളതാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു 6 അടി ഡിഷ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ട്യൂൺ ചെയ്താൽ എത്ര സിഗ്നൽ പ്രൊജക്റ്റ് കിട്ടും എന്നുള്ളത് നമുക്കിതിനകത്ത് മീറ്ററിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതുപോലെ 6 അടിയുടെ ഒരു സി ബാൻഡ് ഡിഷ് വാങ്ങിച്ചിട്ട് വെച്ചാൽ ഇതുപോലെ തന്നെ മലയാളം ചാനൽ നമുക്ക് 24 മലയാളം ചാനൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഹിന്ദി, തമിഴും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മലയാളം ന്യൂസ് ചാനലുകളും ഏതൊക്കെ ചാനലാണ് കിട്ടുന്നതെന്നുള്ളതൊക്കെ ഇന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾ ടി വിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് 24 ചാനൽ നിങ്ങൾ എണ്ണി നോക്കിക്കോണം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ സോളിഡിൻ്റെ 5G ഫിൽറ്റർ LMP ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിഷിൻ്റെ ഫ്രണ്ടിൽ 150 മീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ 5G ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്, വീട്ടുകാരൻ എന്നോട് പറഞ്ഞത് 150 മീറ്റർ അകലമേ ഉള്ളൂ ഈ കാണുന്നതാണ് ടവർ. നിങ്ങൾക്ക് ആ പടത്തിൽ തന്നെ കാണാം. ഇതിന് 4Gയും 5G ഒക്കെ ഉള്ള ടവറാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിഗ്നൽ ബ്രേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ 5G ഫിൽറ്റർ LMP ആയിട്ട് വെക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ 5G ഫിൽറ്റർ LMP വെച്ചതിന് ശേഷം പടമൊക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ടുണ്ട്. റീട്യൂണൊക്കെ ചെയ്തപ്പോൾ നല്ല സിഗ്നൽ പെർസെൻറ്റേജും ഒക്കെ ഉണ്ട്. കൈരളിക്ക് 71% സിഗ്നലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ TPക്ക് നമുക്ക് 54% സിഗ്നലുമാണ് ഇന്നിവിടെ ഈ ഒരു 6 അടി ഡിഷിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചറാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വോയിസും മറ്റു കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കിക്കോണം, സോൾഡിൻ്റെ 1 കേബിൾ സൊല്യൂഷൻ LMP ആണ്, 5G ഫിൽറ്ററാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്.
മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സിഗ്നലാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ടവർ നിൽക്കുന്നത് കണ്ടല്ലോ, 5G ടവറാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. 150 മീറ്റർ അകലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ടവറൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് അല്ല ബാക്കിലുണ്ട് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇതുപോലെ സി ബാൻഡ് ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളം ന്യൂസ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ സിനിമാ ചാനലുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. 24 മലയാളം ചാനൽ സൗജന്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ചുറ്റുവട്ടമൊക്കെ നിർമ്മിച്ച് അവർ ആ ക്ലാമ്പൊക്കെ അതുപോലെ തന്നെ വെൽഡ് ചെയ്ത് നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഇതിനകത്ത് സിഗ്നൽ പിടിച്ചതിന് ശേഷം ഇത് പെയിൻറ്റ് ഒന്നുകൂടെ ചെയ്ത് ക്ലിയർ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം നല്ല സിഗ്നലാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും പഴക്കമുള്ളൊരു ഡിഷ്, അതായത് 98 മുതൽ ഇവരിത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത് അതിശയമാണ്. കാരണം ഇത്രയും തുരുമ്പെടുക്കാതെയൊക്കെ ഇരുന്ന് പലയിടത്തും തുരുമ്പെടുത്ത് ഒരുമാതിരി എന്താ പറയുന്നത് ഷീറ്റൊക്കെ പൊടിയുന്ന രീതിയിലാണ്. പക്ഷേ അത് വൃത്തിയായിട്ട് എന്തായാലും ആ ഒരു കാലുകളൊക്കെ വീണ്ടും ആ ആഗ്രഹം പോലെ തന്നെ എല്ലാം വെൽഡ് ചെയ്ത് റെഡിയാക്കി. ഇദ്ദേഹം എന്നെ ഒരു 3-4 മാസം മുമ്പ് തൊട്ട് വിളിക്കുന്നുണ്ട്. ഇദ്ദേഹം ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും അവിടം വരെ ചെല്ലണേ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ ചെല്ലണമെങ്കിൽ 80 കിലോമീറ്ററിനടുത്തായിട്ടുള്ള ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് നേരത്തെ പറഞ്ഞ് ഞാൻ ദൂരമായതുകൊണ്ട് വരാനൊക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വീണ്ടും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ട് പറഞ്ഞ് നമ്മുടെ ജില്ലയിലല്ലയോ, അപ്പോൾ നമ്മുടെ അടുത്ത ജില്ലയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ 100 കിലോമീറ്റർ താഴെയല്ലേ വരുന്നുള്ളൂ, ഒന്ന് പോയി ട്യൂൺ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ഇദ്ദേഹത്തെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ വരാം, നിങ്ങളുടെ ഡിഷ് നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഡിഷിൻ്റെ ട്യൂണിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കപ്പൊക്കെ എടുത്ത് കമത്തിയിട്ടുണ്ട്, വെള്ളവും ചൂടുമൊന്നും കൂടുതലടിക്കാതിരിക്കാൻ. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ടവറിൻ്റെ ഫ്രണ്ടിലാണ് ഈ 6 ഫീറ്റ് ഡിഷ് വെച്ചിരിക്കുന്നത്. നമുക്ക് മലയാളം ചാനലിന് ഒരു ബ്രേക്കും ഇല്ലാതെ മലയാളം ചാനൽ താഴെ പോയി നമുക്ക് ടി വിയിലേക്ക് കാണാം. അപ്പോൾ അതേ ടി വിയിൽ വന്നിട്ടുണ്ട്. ഇൻ്റർസാറ്റ് 17 66 ഡിഗ്രിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സിഗ്നൽ ക്വാളിറ്റി, അതെ ആ ടി വിയിൽ കസ്റ്റമറിൻ്റെ ടി വിയിൽ തന്നെയാണ് ഈ കാണിക്കുന്നത്. കാരണം അത്ര ഒരു വ്യക്തത എല്ലാവർക്കും വരാൻ വേണ്ടിയാണ്. കാരണം ഇതിനകത്ത് കള്ളത്തരമൊന്നും നമ്മൾ കാണിക്കുന്നില്ല, പറയുന്നില്ല. ഇതാണ്. ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾ ചാനൽസ് ഒന്ന് നോക്കിക്കോളൂ. ചാനൽസ് ഞാനിത് പ്രത്യേകിച്ച് മറവൊന്നും ചെയ്യുന്നില്ല, കാരണം കൂടുതൽ നേരം കാണിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൻ്റെ എല്ലാ ചാനലുകളും നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തമിഴ് ചാനലുകളൊക്കെ ഉണ്ട് ഇതിനോട്. ഞാൻ തമിഴ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് ഒന്നും പറയുന്നില്ല ഏതൊക്കെ ചാനൽ കിട്ടുന്നു എന്ന്. നമുക്ക് മലയാളീസിൻ്റെ ആ ഒരു മലയാള ചാനൽ നമുക്ക് ന്യൂസ്, അത്യാവശ്യം ന്യൂസുകൾ, അത്യാവശ്യം കോമഡി പ്രോഗ്രാം, അതുപോലെ തന്നെ സിനിമകൾ കാണാനാണെങ്കിൽ നമുക്ക് കൈരളിയുടെ ചാനൽസ് 2 കൈരളി വി ഉണ്ട്, കൈരളി അറേബ്യ ഉണ്ട്, മഴവിൽ മനോരമയ്ക്കകത്ത് സിനിമ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമൃത ടി വിയിൽ സിനിമ വരുന്നുണ്ട്. അങ്ങനെ കുറേയധികം നമുക്ക് സിനിമകൾ കാണാൻ മാത്രമായിട്ടും കുറേ ചാനലുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് കാണാനായിട്ട് നമുക്കിഷ്ടപ്പെട്ട ന്യൂസുകൾ, അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് കാണാം, അതുപോലെ കൈരളി ന്യൂസുണ്ട്, ജനം ന്യൂസുണ്ട്, മാതൃഭൂമി ന്യൂസുണ്ട്, റിപ്പോർട്ടർ ന്യൂസുണ്ട്, മീഡിയ 1 ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ ചാനലുകൾ ന്യൂസൊക്കെ കാണാനായിട്ട് ഇതിനകത്ത് ഒരുപാടുണ്ട്. അതായത് 24ഓളം മലയാളം ചാനൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ 6 ഡിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് ചാനലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഡിഷ് ഉണ്ടെങ്കിൽ ഒരു 5G ഫിൽറ്റർ LMB, 5Gയുടെ പ്രശ്നം ഉള്ളിടത്ത് മാത്രം 5G ഫിൽറ്റർ LMB ഉപയോഗിച്ചാലും മതി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.